എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ വീഡിയോ നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ചില കാര്യങ്ങളാണ്. എല്ലാ വകുപ്പ് മന്ത്രിമാരെയും, പക്ഷേ എല്ലാ വകുപ്പ് മന്ത്രിമാരെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് പറ്റില്ല. കുറഞ്ഞ 1-2 മണിക്കൂർ അതിനുള്ള സമയം എനിക്കില്ല. രണ്ടാമത് അങ്ങനെയുള്ള നീണ്ട വീഡിയോ ഇട്ടാൽ അത് കേൾക്കാനുള്ള സമയം മറ്റുള്ളവർക്കും കിട്ടിയില്ല. അതുകൊണ്ട് ഇതിനെ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ്. മന്ത്രിമാരോടുള്ള ആകെ ഉള്ളൊരു അപേക്ഷ, നിങ്ങൾ ഇനി ശേഷിക്കുന്ന കുറച്ച് മാസങ്ങളെ നിങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു ചുരുക്ക സമയം കൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? കാരണം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് സാധിക്കരുതെന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങൾക്കിട്ട് പണി തന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. യാതൊരു ബന്ധവുമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും അറിയാത്ത വകുപ്പുകളിലാണ് അറിയാത്തവരെ പിടിച്ചാക്കിയത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന അത് ശരിയായാലും തെറ്റായിരുന്നാലും അത് ഫൈനൽ അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് അതും ക്യാപ്റ്റൻ നിയോഗിച്ച ചില നിങ്ങളുടെ മന്ത്രി സ്റ്റാഫ് അംഗങ്ങൾ. അതായത് മന്ത്രിക്ക് അവിടെ റോളില്ല. ഈ റോളെല്ലാം മന്ത്രി സ്റ്റാഫിനാണ് റോള്. അത് ഡയറക്റ്റ് ക്യാപ്റ്റനുമായിട്ടുള്ള ബന്ധമാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. അത് നിങ്ങൾക്കറിയാം. എന്ത് തന്നെ ആയിരുന്നാലും കുഴപ്പമില്ല. ഒരു മന്ത്രിയല്ലേ, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ അതിനു വേണ്ടി മാത്രമേ ആ സമയം കളയുന്നുള്ളൂ. കാരണം പബ്ലിക്കിന് വേണ്ടി നിങ്ങൾക്ക് സമയം കളയാനില്ല. അല്ലെങ്കിൽ പബ്ലിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനും പറ്റില്ല. കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾക്ക് യാതൊരു വിവരമില്ലാത്ത വകുപ്പുകളാണ്. അങ്ങനെ ഒരുമാതിരി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാമെന്നുള്ള സമ്പ്രദായമാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൽ ഒരു മന്ത്രിമാർ പോലും മനസ്സ് വന്ന് ഇതെന്നെക്കൊണ്ട് പറ്റാത്തൊരു വകുപ്പാണ്, ഞാൻ രാജിവെക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല, പറയത്തുമില്ല. കാരണം ഇത് മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതൊന്നുമില്ല. ഈ വല്ലപ്പോഴും കൂടെ കിട്ടുന്ന ചാൻസ് അത് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കണം. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി എടുക്കുമ്പോൾ അവിടെ ഏത് ഭാഗത്തും നമുക്ക് റോഡ് കുത്തിപ്പൊളിച്ചങ്ങ് ഇട്ടേക്കും. അത് മരാമത്ത് മന്ത്രിയുടെ ഒരു വരദാനമാണ്. കാരണം അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പുള്ളി വല്ല ബാമ്പെറിയൽ, തീ വയ്ക്കൽ, എന്താ പറയുക, ആഫീസ് ചവിട്ടി പൊളിക്കൽ, പെണ്ണുങ്ങളുടെ അടിനാവ് ചവിട്ടുക, ഇതൊക്കെയാണ് ആശാൻ്റെ കലാപരി. ഇയാളാണ് ഈ മരാമത്ത് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ മാത്രമല്ല ടൂറിസം മന്ത്രിയും. അയാളെ കൊണ്ട് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇപ്പോൾ അതേ അവസാനം വന്നിരിക്കുന്നുണ്ട് ഏതോ ഒരു ചാരവനിത, പാകിസ്ഥാനിലെ ചാരത വനിത, പാകിസ്ഥാന് വേണ്ടി എല്ലാ ഇതും ചോർത്തി കൊടുക്കുന്ന അവിടുത്തെ പട്ടാള നേതാക്കന്മാരായിട്ട് രാത്രികാലിൽ ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇവിടുത്തെ ടൂറിസം മന്ത്രി കൊണ്ടു കിടന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് അതിന് ചുവന്ന കാർപ്പറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ കൊണ്ടു നടത്തി എല്ലാം ഇവിടുത്തെ ഫോട്ടോയും കീട്ടയും ആവശ്യമുള്ള പൈസയും കൊടുത്തു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കലാവിരുന്നു. കാരണം അതൊക്കെ അറിയുന്ന പുള്ളി അത് ചെയ്തു. കാരണം വേറെ വിവരമില്ല, വേറെ ജോലിയും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടാൻ പറ്റും. പിന്നെ കുറം പ്രസംഗിക്കാനും അറിയാം. പോരാത്തതുകൊണ്ട് ക്യാപ്റ്റൻ്റെ മരുമകനാണ്. പിന്നെ അങ്ങ് സുഖമില്ലേ. അത് ഈ ന്യൂസ് റൂമിലിരുന്ന ഈ വാർത്തകൾ വായിക്കുന്ന ഒരു ലേഡിയായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി. അവരുടെ പണി നാക്ക് നല്ല ക്ലീനാണ്. കാരണം ഈ വാർത്ത വായിക്കുമ്പോൾ അത് സ്ഫുടതയുണ്ട്, വാക്കിന് എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടി സംശയമില്ല. അതുകൊണ്ട് അവരങ്ങ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാചക കസർത്ത്, വേറെ കസർത്തൊന്നുമില്ല. അവർക്കറിയത്തില്ല. ഇതൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അവർ സമ്മതിക്കുമോ? അവർ സിസ്റ്റം മിസ്റ്റേക്ക് എന്നങ്ങ് പറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് എത്രയോ ഹോസ്പിറ്റൽ, ഈ പഴയ ബിൽഡിങ്ങുകൾ അതിനൊന്ന് പൊളിച്ചൊന്നും കളയാൻ നിർത്തിയിരിക്കുകയാണ്. വലിയ ടെൻഡർ വല്ലതും പിടിപ്പിക്കണം, എന്താണെന്നറിയില്ല. എന്തെങ്കിലും ഉദ്ദേശം കാണും. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ
വനവകുപ്പ് അതാണ് ഏറ്റവും കേമം. ഈ അതിർത്തി വനമേഖലയുടെ അതിർത്തികൾ താമസിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി വന്യമൃഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒതുക്കി കൊടുത്തിരിക്കുന്ന നമ്മുടെ വനവകുപ്പ് മന്ത്രി തന്നെയാണ്. അവനൊരു സ്പെഷ്യൽ ഓർഡിനൻസ് ഉണ്ടാക്കി ഈ വനമേഖലയിൽ ഇത് വരുന്ന അതിക്രമിച്ച് കിടക്കുന്ന വന്യമൃഗങ്ങൾ വെടിവെച്ച് കൊല്ലാൻ അതിനൊന്നുള്ളൂ അവർക്ക് ചെയ്യാന്നുള്ള കാര്യമുള്ള ചെയ്യത്തില്ല. മനുഷ്യനെ കൊല്ലുക അതവരുടെ ഹോബിയായി മാറിയിരിക്കുന്നു. അതൊക്കെ കുറച്ച് ബഹളം ഒച്ചപ്പാടും കാണുന്നത് ഇപ്പം അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അതേ ഇങ്ങനെയുള്ള പ്രോബ്ലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവർ സ്പെഷ്യൽ ഓർഡിനൻസ് ഉണ്ടാക്കി അതിനുവേണ്ടി പ്രിവെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കേരളത്തിൽ അതില്ല. കാരണം മന്ത്രിയുടെ തന്നെ ഈ ഒന്നാമത് ഇവർക്കൊക്കെ ഒന്നും സ്ഥിരതയില്ലാത്തതിന് ഏത് സമയത്താണ് ഇത് ആ കസേര തെറിച്ചു പോകുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും അതിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അതാണ് പ്രശ്നം. പിന്നെ ആകെ ഉള്ള ഇതെന്നാന്ന് വെച്ചാൽ ക്യാപ്റ്റന് കുഴപ്പമില്ല. ഡയറക്റ്റ് മോദിജിയും അമിത്ഷാജിയുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്. ഇല്ലെങ്കിൽ കേജ്രിവാൾ അകത്ത് എത്ര മാസം കിടന്നുണ്ട്. അതിനേക്കാളും മോശമായ ഇതൊക്കെയാണ് ഇദ്ദേഹം. ഇന്നലെ നമ്മുടെ ക്യാപ്റ്റന് കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് BJPയുടേതായ നല്ല സപ്പോർട്ടുണ്ട്. ആ ധൈര്യം എങ്ങനെ കാണിക്കുന്നു. അതൊക്കെ ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. അത് കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് ഏത് മന്ത്രിയുടെ ഇതാണ്. പിന്നെ എപ്പോഴും ഞങ്ങൾക്കും തരുന്നില്ലേ കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് ചുമ്മാ വിലപിച്ച് കിടക്കുന്ന ഒരു ധനമന്ത്രി അതിലും ഭേദമാണ്. ഒരു വ്യക്തിയെങ്കിലും കഴിവുള്ള ഒരു വകുപ്പുമായി ഉള്ള ഒരു മന്ത്രിയും ഈ മന്ത്രിസഭയിലുണ്ടോ? ഇല്ല. കാരണം വേണ്ട കുറേ ബഫൂണുകൾ ഈ ബഫൂൺസിനെയൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത്. എങ്കിൽ മാത്രമേ ക്യാപ്റ്റൻ ആജ്ഞാപിക്കുന്നത് ചെയ്യാൻ പറ്റൂ. എന്താ കൊടുത്തിരിക്കുന്നത്? കുറേ സ്റ്റാഫ് ഓരോ മന്ത്രിക്കുള്ള PR സ്റ്റാഫ് അങ്ങോട്ട് നേരിട്ട് ക്യാപ്റ്റൻ ഡെപ്യൂട്ടി ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. അവിടെ എന്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ക്യാപ്റ്റൻ അറിഞ്ഞിരിക്കണം. അറിയാതിരിക്കാൻ അവിടെ ഒന്നും നടക്കില്ല. പിന്നെ പറ്റിയ കുറേ PR എന്ത് പ്രശ്നം കാണിച്ചാലും അതിനെ വെള്ളം പൂശാൻ പാകത്തിനുള്ള ഒരു പാർട്ടി പത്രം, പിന്നെ ഒരു പാർട്ടി ചാനൽ. ഈ പാവം പിടിച്ചൊരു മനുഷ്യരുണ്ട്. അവർക്കൊന്നില്ല ഈ വെറുതെ ഈ ജാഥ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ വീടുകളിലും പിന്നെ ട്രേഡ് യൂണിയൻ്റെ എല്ലാ വീടുകളിലും ആ പാർട്ടി പത്രം എത്തും. അതിൽ ശുദ്ധ നുണയാണ് അതെല്ലാം എഴുതി വിടുന്നത്. ഇവരിതേ വിശ്വസിക്കുന്നു. അതിനപ്പുറം അവർക്കൊന്നുമില്ല സബ്ജക്റ്റ്. പിന്നെ നിയമനങ്ങൾ, ബാക്ക്ഡോറിൽ നിയമനങ്ങൾ അവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. ഏത് മന്ത്രി എടുത്താലും അവരുടെ ഭാര്യമാരൊക്കെ എവിടെയെങ്കിലൊക്കെ കയറി വിദ്യാഭ്യാസ വകുപ്പിൽ ഇവിടെ എല്ലാമൊക്കെ ഉണ്ടാകും. പാവം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു ഗതികേട് വന്നല്ലോ. ഈ മന്ത്രിമാർക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും മനസാക്ഷി വേണം. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് പുനഃപരിശോധന ചെയ്യുക. കൊഴിഞ്ഞു പോണ മാസങ്ങൾ ഒരു ആത്മപരിശോധന. ദൈവം മനുഷ്യൻ്റെ ഫ്രണ്ടിൽ പബ്ലിക് വരെ തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണേ. ഞങ്ങൾക്ക് അറിയാത്ത വകുപ്പ് ഞങ്ങളുടെ ക്യാപ്റ്റൻ കൊണ്ടാക്കിയത് ഞങ്ങളുടെ തെറ്റല്ല. ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾ അടുത്ത ഇലക്ഷൻ നിൽക്കുക എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റില്ലാത്ത വോട്ട് കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റിനെ ഏറ്റു പറഞ്ഞേക്കാം. അത് ഇലക്ഷൻ സമയത്ത് പറയുന്നേക്കാൾ ഇപ്പോൾ പറയുന്നതാണ് നിങ്ങളുടെ ചങ്കൂറ്റം. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാര്യം അത് ക്യാപ്റ്റനെ ബാധിക്കുന്നൊരു കേസാണ്. എങ്കിൽ തന്നെയും കുറച്ചെങ്കിലും ഉളുപ്പെന്നല്ലൊന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയുക. അതിന് സിസ്റ്റം പരായമാണ്, മറ്റേ കുഴപ്പമാണ്, ഈ കുഴപ്പമാണ്. അത് പിന്നെ ഏറ്റവും എനിക്ക് ദുഃഖം തോന്നിയത് ആ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആ നല്ലൊരു മനുഷ്യനാണ് കേട്ടെ, എല്ലാ ഭാവവരും അങ്ങനെ ഏറ്റെടുത്തു. പിന്നെ സജി ചെറിയാൻ സമ്മതിച്ചു കൊടുക്കണം. അയ്യോടാ കുന്തവും കുടച്ചിലായിട്ട് പുള്ളി എങ്ങനെ അടക്കുകയാണ്. നടന്നോട്ടെ. എന്തായിരുന്നാലും നല്ല സംവിധാനമാണിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയും കുറച്ച് മാസം കൊണ്ട് അനുഭവിക്കുക. അതിനുള്ളിൽ പറ്റുകയാണെങ്കിൽ ഈ മന്ത്രിമാർ ഒന്ന് പബ്ലിക്കിനോട് പറയുക, നിങ്ങൾക്ക് പറ്റിയ അപാകത നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് സംഭവിച്ചാണ്. ഇനി അടുത്ത ഞങ്ങൾക്ക് ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു ക്ഷമാപണം നടത്തുക എല്ലാവരിലും. മറക്കരുത്. ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ ഇതെല്ലാ സുഹൃത്തുക്കളൊന്ന് അറിയിക്കണം. വളരെ അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർക്കണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.